നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടത്ത് കാട്ടാനയുടെ പരാക്രമം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് ആന തകർത്തു. പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. അകമ്പാടത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ പടക്കം കയ്യിൽ നിന്നും പൊട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അസ്ലമിനാണ് പരിക്കേറ്റത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 1.84 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ വണ്ടൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി മാലിന്യം ഓട്ടോ സ്റ്റാൻഡ് റോഡിലേക്ക് ഒഴുകുന്നു. യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിൽ. കാളികാവിൽ CPM-ൽ വിഭാഗീയത. കുഞ്ഞാലി രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായുള്ള പ്രഭാതപേരി ചേരിതിരിഞ്ഞ് നടത്തി. വാർത്തകൾ വിശദമായി. ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടത്ത് കാട്ടാനയുടെ പരാക്രമം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് ആന തകർത്തു. പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. ചക്കശ്ശേരി അരുണിന്റെ വീട്ടിലെ കാറാണ് ആന തകർത്തത്. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് ആനയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടത്. കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്ത് മൂഴയാന ഭീതി പടർത്തുകയാണ്. സമീപത്തെ കണ്ണംകുണ്ട്, എടക്കോട് വനങ്ങളിൽ നിന്നുമാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ആനയെ കാട് കയറ്റുവാൻ ഫലപ്രദമായ നടപടികൾ വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അകമ്പാടത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ പടക്കം കയ്യിൽ നിന്നും പൊട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അസ്ലമിനാണ് പരിക്കേറ്റത്. കുറച്ചുകൂടി പോകണം, കുഞ്ഞിക്ക് പോകണം. ഇതിലെ ചാടില്ല, ഇതിൽ ചാടില്ല. പടക്കട്ട് കൊടുക്കി അങ്ങനെ അവിടെ നിന്നു അല്ലേ? അവിടെ നിന്നല്ലോ. ആ എവിടെ എവിടെ അങ്ങനെ ചീറ്റിക്കണം. ആ പെരുമ്പാടത്തുള്ള ആനയാണിത്. ഈ ആനയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പരിക്ക് ഗുരുതരമല്ല. എരഞ്ഞിമങ്ങാട് പണപ്പുകിൽ ഭാഗത്ത് ഇറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിലാണ് സംഭവം. പോത്തുകല്ല് ഉപ്പടയിൽ പുലിക്കുട്ടി എന്ന് സംശയിക്കുന്ന ജീവിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് പുലിയോട് സാമ്യം തോന്നിക്കുന്ന ജീവിയുടെ ജഡം കണ്ടെത്തിയത്. പുലിക്കുട്ടിയാണെന്ന അനുമാനത്തിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വനംവകുപ്പിനെ വിവരം അറിയിച്ചു. എന്നാൽ ഇത് പുലിക്കുട്ടിയല്ല എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ജഡം വനംവകുപ്പ് അധികൃതർ കൊണ്ടുപോയി. എന്നാൽ ഇത് എന്ത് ജീവിയാണെന്ന സ്ഥിരീകരണം ലഭിച്ചില്ല എന്നും നാട്ടുകാർ പറയുന്നു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 1.84 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ വണ്ടൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പാണ്ടിക്കാട് ഒറവംപുറം സ്വദേശി കുന്നുമ്മൽ ഷഹനുൽ ഫർഷാദ്, അരിക്കണ്ടമ്പാക്ക് സ്വദേശി കണ്ണൻചത്ത് ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് SI സജി MR അറസ്റ്റ് ചെയ്തത്. വണ്ടൂർ ടൗണിലും പരിസരങ്ങളിലും കാറിൽ കറങ്ങി നടന്ന് ആവശ്യക്കാർക്ക് MDMA എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസഫ് ടീം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വണ്ടൂർ പുളിക്കലിൽ ഇവർ കാറുമായി നിൽക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ ഡാൻസഫ് സംഘത്തിനെ കണ്ട് പ്രതികൾ രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും കാർ തടഞ്ഞ് പ്രതികളെ സാഹസികമായി പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ കാറിൽ നിന്നും 1.84 ഗ്രാം MDMA-യും MDMA ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ്, ഇലക്ട്രോണിക് ത്രാസുകൾ എന്നിവയും കണ്ടെടുത്തു. ഇവർ സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് പ്രതികൾ MDMA വിൽപ്പന നടത്തിയിരുന്നത്. പിടിയിലായ ഷഹനുൽ ഫർഷാദിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യത്തിന് 2 കേസുണ്ട്. CPO വിനേഷ് KP, ഡാൻസഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി മാലിന്യം ഓട്ടോ സ്റ്റാൻഡ് റോഡിലേക്ക് ഒഴുകുന്നു. യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിൽ. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ 200ഓളം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നുണ്ട്. ട്രിപ്പുകളുടെ എണ്ണം 550 വരും. മാലിന്യം ഒഴുകിപ്പോകാതെ കെട്ടിനിൽക്കുന്ന അവസ്ഥയിൽ ആയതിനെ തുടർന്ന് ഓട്ടോ വിളിക്കുവാൻ യാത്രക്കാരും മടിക്കുകയാണ്. പലതവണ പരാതി നൽകിയിട്ടും ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഈ കടക്കാരും മൂത്രമൊഴിക്കാനും ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് പൊന്തി കിടക്കാണ്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം വന്നുകാണ്ട് എവിടെയെങ്കിലും മൂത്രമൊഴിക്കാനൊരു സൗകര്യം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും പെട്ടെന്ന് ഇത് ശരിയാക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ വയ്യ. വാസനിച്ചിട്ട് അതിൽ അങ്ങോട്ട് വരാൻ വയ്യ. എൻ്റെ കട കുറേ അപ്പുറം കിടക്കും, അങ്ങോട്ട് വരെ വാസന വരുന്നുണ്ട്. ആശുപത്രികൾ സന്ദർശിച്ചാൽ തന്നെ അറിയാം, മാറാരോഗങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ തന്നെ ബെഡുകളും സൗകര്യങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ മഴക്കാലത്ത്. ആ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ളൊരു അനാസ്ഥ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം പെട്ടെന്ന് ഇവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പലവട്ടം പോയി പറഞ്ഞിട്ടും നെവർ മൈൻഡ് ആണെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരും പറയുന്നത്. ഓട്ടോ തൊഴിലാളികൾ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ. എന്താ വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബസ് കയറുന്നതും ഓട്ടോറിക്ഷ ലൈനാണിതിപ്പോൾ. ഈ കക്കൂസി മാലിന്യം ഒഴുകുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇതിൽ നിന്ന് മാലിന്യത്തിൽ ചവിട്ടിയിട്ടാണ് ഈ വണ്ടി കയറുന്നത്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്കും മാറാരോഗങ്ങളും ആ ഓട്ടോറിക്ഷക്കാരതും അതുപോലെ ഇവിടെ നടക്കുന്ന ഇവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് വഴിയും കൂടിയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും ആരോഗ്യവകുപ്പിൽ നിന്ന് നഗരസഭ ആരോഗ്യ ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്നാണ്. ഈ കക്കൂസിൽ വെള്ളം അവിടെ പാടുന്നതിനനുസരിച്ച് ഇവിടെ പൊന്തുകയാണ്. അതായത് ടാങ്കത്തെ വെള്ളമാണ് കക്കൂസ് വെള്ളമാണ് ഈ പൊന്തുക. ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ഞങ്ങളൊരു 100-200 ഓട്ടോറിക്ഷക്കാർ നിത്യം ഈ കക്കൂസ് മാലിന്യത്തിൽ കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ അപ്പുറമാണ് ഈ കാട് മൂടി കിടക്കാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ഇതിപ്പോൾ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ഞങ്ങളിപ്പോൾ ഈ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ലൈൻ ഒഴിവാക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൂടെ കയറ്റിയിട്ടുള്ള പരിപാടി. കാരണം അല്ലേ തന്നെ ഇവിടെ കൊതുകും മറ്റ് കാര്യങ്ങളും ആകെ ചപ്പും ചവറുമായിട്ട് നിൽക്കാൻ വയ്യ. അതിൽക്കൂടിയാണ് ഇപ്പോൾ ഈ കക്കൂസ് മാലിന്യം പൊട്ടിയൊലിക്കുന്നത്. കക്കൂസ് മാലിന്യമാണ് ഈ പൊട്ടിയൊലിക്കുന്നത്. കുറേ ആയി ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടി അവരെ മുന്നിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം പല പ്രാവശ്യം അവർക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ലാന്നാണ് പറയുന്നത്. കക്കൂസിൻ്റെ ഇത് പൊട്ടിയൊലിക്കണില്ല. ഒരു മണ്ണിട്ട് കണ്ടാണ് കക്കൂസ് പൊട്ടിയോ ഒലിക്കണ മണ്ണിട്ട് തേമ്പി പോവാ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസം വന്നു പോകുന്ന സ്റ്റാൻഡാണ്. പല പ്രാവശ്യം ഞങ്ങളെല്ലാവരും പല തരത്തിൽ ചെന്ന് പറഞ്ഞിട്ടും യാതൊരു തീരുമാനം എടുക്കാൻ ഇരിക്കുകയാണ്. വളരെ വിഷമകരമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം ബുദ്ധിമുട്ടുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാവും, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാവുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്ര ജനരോഷമായി നിൽക്കുന്ന ഒരു സമീപനം. സ്റ്റാൻഡ് തന്നെ കംപ്ലീറ്റ് കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞ് അതിന് റോഡുകൾക്ക് തന്നെ നമുക്ക് അറിയാം. ആ വഴിക്ക് വരുന്ന റോഡും ഈ വഴിക്ക് വരുന്ന റോഡിൽ തന്നെ അത് എത്രയും ദുഷ്കരമായ റോഡുകളും സ്ഥിതികളുമാണ്. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഇതേപോലെ അനുഭവം ഉണ്ടായിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഒറ്റയും വിളി അതിന് ശേഷം അവർ വന്ന് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്ത അന്നേ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലെ സ്റ്റാഫും അതേപോലെ കച്ചവടക്കാരും ചൂണ്ടിക്കാണിച്ചു ഈ പ്രവൃത്തി ശരിയല്ല, ഈ പ്രവൃത്തി ശാസ്ത്രീയമായിട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരിതുവരെ അതിനെപ്പറ്റി യാതൊരുവിധ കാര്യങ്ങളും അനക്കുന്നില്ല. ഇത് ഭാവി എന്തായി തീരുമെന്നില്ല നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ മറ്റുള്ള പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. നിലമ്പൂർ നഗരത്തിൽ പൊതുശുചിമുറികൾ വേറെയില്ല. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന സ്റ്റാൻഡിൽ വരുന്നത്. കാളികാവിൽ CPM-ൽ വിഭാഗീയത. കുഞ്ഞാലി രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായുള്ള പ്രഭാതപേരി ചേരിതിരിഞ്ഞ് നടത്തി. കുഞ്ഞാലിയുടെ നാടായ കാളികാവിലെ വെന്തോടംപടി ബ്രാഞ്ചിലാണ് CPM പ്രവർത്തകരും റെഡ് ആർമി പ്രവർത്തകരും വ്യത്യസ്ത പരിപാടി സംഘടിപ്പിച്ചത്. 4 വർഷങ്ങൾക്ക് മുൻപാണ് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റെഡ് ആർമി കൂട്ടായ്മ രൂപീകരിച്ചത്. സഖാവ് കുഞ്ഞാലി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ചുകളിൽ നിന്നും പ്രഭാതപേരിയോടെ കുഞ്ഞാലി മന്ദിരമായ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി. ഇൻകുലാബ് സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് കുഞ്ഞാലി ദിനം സിന്ദാബാദ് വീരസഖാവേ കുഞ്ഞാലി വീരസഖാവേ കുഞ്ഞാലി ഇല്ല നിങ്ങൾ ഭരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇൻകുലാബ് സിന്ദാബാദ്. ലോക്കൽ
സെന്റർ അംഗം വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച് ഇന്നേക്ക് 57ാമത് വർഷം ആവുകയാണ്. ഈ 57 വർഷം കഴിഞ്ഞിട്ടും രക്തസാക്ഷിയായ സഖാവ് കുഞ്ഞാലിയെ ഇന്ന് നമ്മുടെ നാട് ഓർമ്മിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പോലും 57 വർഷം മുന്നേ മരിച്ച ഒരാളെ പോലും നമുക്ക് പരിചയമുണ്ടാവില്ല. പക്ഷെ രക്തസാക്ഷിയായ സഖാവ് കുഞ്ഞാലി ഈ നാടിനു വേണ്ടി, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ സ്മരിക്കേണ്ട ദിവസമാണ്. പല പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തതായിരുന്നു. അപ്പം നമ്മുടെ വിപ്ലവ നായകൻ, പുന്നപ്രയിലെ വീരനായകനും നമ്മുടെ എല്ലാം മനസ്സിലുള്ള സഖാവ് VS-ന്റെ മരണത്തോടനുബന്ധിച്ച് എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടാണ്. ലോക്കൽ സെന്റർ അംഗം ശബരീഷൻ പൊറ്റക്കാട്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, അനുഭാവി പ്രവർത്തകർ, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ തൊഴിലാളി സമൂഹവും അധികൃതരും നെട്ടോട്ടമോടുന്ന സാമൂഹിക ചുറ്റുപാടുകൾ, ഭൂപ്രഭുത്വവും ജീർണിച്ച ഫ്യൂഡലിസ്റ്റ് ചിന്താഗതികളും ഒരു ജനതയുടെ മീതെ അധികാരത്തിന്റെ പ്രമഥത അടിച്ചേൽപ്പിക്കുകയും അതിനെ പ്രതിരോധിക്കുവാൻ കഴിയാതെ നിസ്സഹായരായി തീരേണ്ടി വന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹവും ഈ പ്രത്യേക സാമൂഹിക ചുറ്റുപാടിൽ നിന്നാണ് കുഞ്ഞാലി എന്ന വിപ്ലവ നക്ഷത്രത്തിന്റെ രംഗപ്രവേശം. ആർക്കും നിഷേധിക്കുവാൻ വയ്യാത്ത വിധം ആ ജീവിതം അധ്വാനിക്കുന്നവന്റെയും ശബ്ദമില്ലാത്തവന്റെയും അടയാളവാക്യമായി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ഒരു മികവുറ്റ ജനനേതാവാക്കി. നബാർഡും ജൻശിക്ഷൻ സംസ്ഥാനം ചേർന്ന് നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ബഫല്ലോ ബാങ്ക് എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമായി. 2022 ആരംഭിച്ച പദ്ധതി ഇതിനകം 400 കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. പദ്ധതിയുടെ ഭാഗമായി രൂപീകൃതമായ ആദിവാസികൾ മാത്രം ഉൾപ്പെടുന്ന ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ആണ് ആദ്യഘട്ടത്തിൽ 100 കുടുംബങ്ങൾക്ക് ഹരിയാനയിൽ നിന്നും പ്രത്യേകമായി ഇറക്കുമതി ചെയ്ത മുറ എന്ന ഇനത്തിൽപ്പെട്ട പോത്തിൻകുട്ടികളെ നൽകുന്നത്. 100 മുതൽ 150 കിലോ വരെ തൂക്കം വരുന്ന പോത്തിൻകുട്ടികളെയാണ് ഇഞ്ചക്ഷൻ, ഇൻഷുറൻസ് എന്നിവ നൽകിയതിനു ശേഷം ഈ കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്നത്. 18 മാസം കൊണ്ട് ഏകദേശം 300 മുതൽ 500 വരെ തൂക്കം വരുന്ന മുറ വിഭാഗത്തിലുള്ള പോത്തുകുട്ടികളെ പരിചരിച്ചു കഴിഞ്ഞാൽ 18 മാസത്തിന് ശേഷം ഒരെണ്ണം ഗോത്രാമൃതിനെ ഏൽപ്പിക്കുകയും 1 ഗുണഭോക്താവിന് എടുക്കാവുന്നതുമാണ്. തുടർന്ന് വീണ്ടും 2 പോത്തുകുട്ടികളെ ബഫല്ലോ ബാങ്ക് വഴി നൽകുന്നതാണ്. ഇത് തുടരുകയും 18 മാസം കൊണ്ട് 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ഉച്ചക്കുളം നഗറിൽ JSS ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ, വൈസ് പ്രസിഡന്റ് സഫിയ TP, മൂത്തേടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, പഞ്ചായത്ത് മെമ്പർമാർ, JSS ഡയറക്ടർ V ഉമ്മർ കോയ, JSS സ്റ്റാഫ് അംഗങ്ങളായ നാഫിഹ്, മുഹമ്മദ് ഷഹീർ ഷാ, മാധവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ആരടൻ ഷൗക്കത്ത് MLAക്ക് സ്വീകരണവും നൽകി. നിലമ്പൂരിന്റെ വികസനത്തിൽ വ്യാപാരികളുടെ പങ്ക് വലുതാണെന്ന് MLA പറഞ്ഞു. വ്യാപാരി സമൂഹം തരുന്ന ഈ ഒരു സ്വീകരണം, ഈ ഒരു ആദരവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ഐക്യവും ഏറെ സന്തോഷവുമുള്ള കാര്യമാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന സമയത്തൊക്കെ നിലമ്പൂരിൻ്റെ വികസന കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച സംഘടനയുടെ പേര് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് എന്ന് എവിടെയും പറയും. ഇപ്പം നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ആദ്യം നടക്കുന്നൊരു പരിപാടിയാണ് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം. പ്രസിഡന്റായി ഒരു 4 ദിവസമുണ്ട്. അന്ന് തന്നെ ആ ഫയർ സ്റ്റേഷൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ 4ാമത്തെ ദിവസം. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടുന്നാണ് ഇതിനുള്ള ഫർണിച്ചറൊക്കെ? അതൊക്കെ വ്യാപാരികൾ ഏറ്റു എന്ന് മുൻപത് തന്നെ പറഞ്ഞു വെച്ചു. പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള മുഴുവൻ ഫേർണിച്ചർ. അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി വ്യാപാരികൾ അങ്ങനെ കൈവിടാൻ പറ്റില്ല എന്ന് 4ാമത്തെ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കി. UDF അധികാരത്തിലെത്തിയാൽ വ്യാപാരി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക്
പരമാവധി പരിഹാരമുണ്ടാക്കുമെന്നും അരടൻ ഷൗക്കത്ത് ഉറപ്പു നൽകി. വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നവീകരിച്ച വ്യാപാര ഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. 46ാമത് വാർഷിക ജന്മദിനവും കൂടാതെ കുടുംബസംഗമവും നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നൽകിയ കൂട്ടിരിപ്പ് സ്ഥലത്തിൻ്റെ ഉദ്ഘാടനവും എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടത്തുകയാണ്. നമുക്കറിയാം, നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂരിലെ ഏറ്റവും വലിയ യൂണിറ്റായ നിലമ്പൂർ യൂണിറ്റ് വിവിധ കാര്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മുന്നേ തന്നെയുള്ള നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് നിലമ്പൂർ യൂണിറ്റ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചത് നിരന്തരമായി വ്യാപാരി വിരുദ്ധ നയങ്ങൾ സർക്കാരുകൾ നടപ്പാക്കിയതിലുള്ള പ്രതിഷേധമായിരുന്നു. എന്നാൽ 2 മുന്നണികളും അപേക്ഷിച്ചതിനാലാണ് മത്സര രംഗത്ത് നിന്നും പിന്മാറിയതെന്നും കുഞ്ഞാവു ഹാജി പറഞ്ഞു. നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിനായി നിർമ്മിച്ച പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വിശ്രമത്തിനായി നിർമ്മിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ്, ജില്ലാ ഭാരവാഹികളായ നൌഷാദ് കളപ്പാടൻ, നാസർ ടെക്നോ, ഹക്കീം ചങ്ങരത്ത്, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ്, യൂണിറ്റ് സെക്രട്ടറി കെ സഫറുള്ള, വൈസ് പ്രസിഡന്റ് കെ നൌഷാദ്, റിയാസ് ചെമ്പൻ, പി വി സനൽകുമാർ, പി മധു, സിബി വയലിൽ എന്നിവർ സംസാരിച്ചു. മനുഷ്യജീവനും കൃഷിക്കും ശല്യമായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. വഴിക്കടവ് പഞ്ചായത്തിലെ 13ാം വാർഡിൽ വള്ളിക്കാട്ടിൽ, സത്യൻകുണ്ടിൽ എന്നിവരുടെ കൃഷിയിടത്തിൽ നാശം വിതച്ച കാട്ടുപന്നിയെയാണ് ലീഗൽ ഷൂട്ടർ ഗഫൂർ മൂച്ചിക്കാടൻ വെടിവെച്ചിട്ടത്. മാനദണ്ഡങ്ങൾ പാലിച്ച് വാർഡ് മെമ്പർ തുറക്കൽ മുജീബിന്റെ നേതൃത്വത്തിൽ വനപാലകരുടെ സാന്നിധ്യത്തിൽ ജഡം സംസ്കരിച്ചു. ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാം എന്ന നിയമം അനുസരിച്ച് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പഞ്ചായത്തിൽ നടപടി കർശനമാക്കിയിട്ടുണ്ട്. മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിക്ടറി വോയാഗെ 2025 ആരടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. LSS, USS, NMMS, YIP, SSLC തുടങ്ങിയവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദരിക്കാനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് TN ആസാദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് വാളപ്ര, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജസ്മൽ പുതിയറ, അനീഷ് കാറ്റാടി, സലീന റഷീദ്, SMC ചെയർമാൻ മുനീർ കാവുങ്ങൽ, MPTA പ്രസിഡന്റ് E സൈറ ബാനു, ഡെപ്യൂട്ടി HM ജോജി വർഗീസ്, ഡെപ്യൂട്ടി HM ജോജി ഫ്രാൻസിസ്, സ്കൂൾ ലീഡർ അവന്തിക TB തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ബീന മണിങ്ങപ്പള്ളിയാളി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി C അഷ്റഫ് നന്ദിയും പറഞ്ഞു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921573500 9446549027. ക്രിസ്റ്റൽ ജ്വൽസ് ഒരുക്കുന്നു അതിനൂതനവും സുന്ദരവുമായ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, ഒപ്പം അതിശയിപ്പിക്കുന്ന ഓഫറുകളും. ക്രിസ്റ്റൽ ജ്വൽസ്, ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, മഞ്ചേരി, നിലമ്പൂർ, ഗൂഡല്ലൂർ.
ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ് നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം DPOL ക്യാമ്പസിൽ BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം, പരിചയസമ്പന്നരായ അധ്യാപകർ, AI, ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്. അഡ്മിഷനും വിശദവിവരങ്ങൾക്കും DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ് നിലമ്പൂർ. മൊബൈൽ 8304033246. വെബ്സൈറ്റ് www.disat.in. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ? എന്തിന്? ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ. പഴയത് നൽകൂ, പുതിയത് സ്വന്തമാക്കൂ. സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെയില്ലെങ്കിലും അത് മാറ്റി പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സുവർണാവസരം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തിയ വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു. പകരം BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ. ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം. സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും, പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ്. മലബാർ ജ്വല്ലറി, നിയർ പോലീസ് സ്റ്റേഷൻ, മെയിൻ റോഡ്, നിലമ്പൂർ. ഫോൺ 224 908 225 916. വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ ഫിസിക്സ് പഠനോപകരണ ശില്പശാല സംഘടിപ്പിച്ചു. ഫിസിക്സ് അധ്യാപകനായ സുരേഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ നിർമ്മിച്ചത്. ഉപകരണ നിർമ്മാണത്തോടൊപ്പം ഓരോന്നിന്റെയും പ്രവർത്തനവും ശാസ്ത്രതത്വവും സുരേഷ് മാസ്റ്റർ വിശദീകരിച്ചത് രക്ഷിതാക്കൾക്ക് ശാസ്ത്ര കൗതുകവും രസകരവുമായ പ്രവർത്തനമായി. വനിതകളുടെ പങ്കാളിത്തം കൂടുതലായിരുന്നു. പലരും ആദ്യമായിട്ടാണ് കട്ടിംഗ് പ്ലെയറും സ്ക്രൂ ഡ്രൈവറും സ്പാനറുമെല്ലാം ഉപയോഗിക്കുന്നത്. ആദ്യമായി വയറിംഗ് നടത്തി ബൾബ് പ്രകാശിപ്പിച്ച സന്തോഷത്തിലായിരുന്നു മറ്റു ചിലർ. വയറിംഗിന്റെയും പ്ലംബിംഗിന്റെയും ആദ്യ പാഠങ്ങൾ പഠിച്ചാണ് അംഗങ്ങൾ മടങ്ങിയത്. മാറിയ പാഠപുസ്തകത്തിലെ ശാസ്ത്ര പരീക്ഷണ ഉപകരണങ്ങളാണ് നിർമ്മിച്ചത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കി ശാസ്ത്ര പഠനം കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടെ PTA SMC അംഗങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ശില്പശാല സംഘടിപ്പിച്ചത്. സ്കൂളിലെ PTA SMC അംഗങ്ങൾ സ്കൂളിലെ ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട ശില്പശാലകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ഏകദേശം 15ഓളം ഉപകരണങ്ങൾ ഇപ്പോൾ നിർമ്മിക്കാൻ സാധിച്ചു. ഇനിയും ഈ PTA SMC അംഗങ്ങൾ കുട്ടികൾക്ക് പൂർണ്ണമായും കുട്ടികൾക്ക് എല്ലാ കുട്ടികളുടെ കയ്യിലും എത്തുന്ന രൂപത്തിലുള്ള ഉപകരണങ്ങൾ ഞങ്ങൾ ഇനിയും ഓരോ ശില്പശാല നടത്തി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാനവ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സയൻസ് അധ്യാപകർ ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ അവർക്ക് പഠനത്തിൽ സഹായിക്കുന്ന ഉപകരണങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഇത് ഒരു തുടർപ്രവർത്തനം നമ്മൾ കാണുന്നത്. ഇതുപോലത്തെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ PTA SMC ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ടീച്ചേഴ്സിന് പറയുന്നുണ്ടാവും. ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ കുട്ടികൾക്ക് തന്നെ പഠനത്തിന് വളരെ രസകരമായിട്ടും എളുപ്പത്തിൽ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. 15ഓളം പഠനോപകരണങ്ങളാണ് ശില്പശാലയിൽ നിർമ്മിച്ചത്. ഏറ്റവും ചിലവ് കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചാണ് പഠനോപകരണങ്ങൾ നിർമ്മിച്ചത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇതുപയോഗിച്ച് ക്ലാസ്സിലും അധിക സമയത്തും പരീക്ഷണങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. ഒഴിവു ദിവസങ്ങളിൽ കൂടുതൽ ഉപകരണങ്ങൾ തയ്യാറാക്കുവാനും തീരുമാനിച്ചു. PTA പ്രസിഡന്റ് ഷംസീർ അലി,
SMC ചെയർമാൻ കോയ കടവത്ത്, ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ശാസ്ത്രാധ്യാപകരായ രാജി, ഇന്ദു, സ്മിത, ലിമ, ജസ്ന എന്നിവർ ഉപകരണങ്ങളുടെ ശാസ്ത്രതത്വങ്ങൾ പരിചയപ്പെടുത്തി. സ്കൂളിലെ മറ്റ് അധ്യാപകരും താൽപര്യമുള്ള ഏതാനും വിദ്യാർത്ഥികളും ശില്പശാലയിൽ പങ്കാളികളായി. പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൽ. സമത്വസുന്ദര നവലോകം എന്ന ആശയം മുൻനിർത്തി ബാലസംഘം നിലമ്പൂർ വില്ലേജ് സമ്മേളനം KSTA ഹാളിൽ നടന്നു. ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷഹനത്ത് മറിയം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം നിലമ്പൂർ വില്ലേജ് പ്രസിഡന്റായി നിവേദിനെയും സെക്രട്ടറിയായി വേണി സുകേഷിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി സാരംഗ് പ്രവീൺ, ഗൗരി നാരായണി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ആൽഫ തെക്കുംപാടം, രാംകൃഷ്ണ പ്രഭാകർ, അനഘ സന്തോഷ്, നീരജ് എന്നിവരെയും കൺവീനറായി പ്രസാദ്, കോർഡിനേറ്ററായി ഷീല DBയെയും തെരഞ്ഞെടുത്തു. ബാലസംഘം നിലമ്പൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം വിനോദ് അമരമ്പലത്തിന്റെ നാടൻ പാട്ടും സമ്മേളനത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷം നടത്തി. ക്ഷേത്ര മേൽശാന്തി കൈപ്പങ്കൈ ഗോപാലകൃഷ്ണൻ എമ്പ്രാന്തിരി നെൽക്കതിർ ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിച്ചു. പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നെൽക്കതിർ, പ്രസാദം എന്നിവ വിതരണം നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് P. രാമസ്വാമി, സെക്രട്ടറി MK ബാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ M. ശിവരാജ്, CT ശശികുമാർ, K. കുശലൻ, ബാലചന്ദ്രൻ, രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ചക്കാലക്കുത്ത് 28ാം ഡിവിഷൻ ഹൈന്ദവ കൂട്ടായ്മ പൊതുയോഗം ചേർന്നു. ധർമ്മസേവാ സമിതി എന്ന പേരിൽ 33 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പാവപ്പെട്ട രോഗികളെയും കുടുംബാംഗങ്ങളെയും സഹായിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾ മതാചാരപ്രകാരം നടത്തുന്നതിനും തീരുമാനിച്ചു. ചടങ്ങിൽ സുരേഷ് മങ്ങാട്ടുതൊടിക സ്വാഗതം പറഞ്ഞു. സുരേന്ദ്രൻ A. അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് മാഷ്, വിനോദ് ലക്ഷ്മി ഭവൻ, K. അയ്യപ്പൻകുട്ടി, പ്രകാശ് മാസ്റ്റർ, TP ശിവദാസൻ, സുരേഷ് ബാബു, ആലങ്ങാടൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു. ചക്കാലക്കുത്ത് ധർമ്മസേവാ സമിതിയുടെ പുതിയ ഭരണസമിതി ഭാരവാഹികളായി പ്രസിഡന്റ് A. സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാർ വിനോദ് കുമാർ, ലക്ഷ്മി ഭവൻ, ശ്രീജിത്ത് മാസ്റ്റർ, സുരേഷ് ബാബു, സെക്രട്ടറി അയ്യപ്പൻകുട്ടി കുഴിയിക്കുത്ത്, ജോയിന്റ് സെക്രട്ടറിമാർ സുരേഷ് മങ്ങാട്ടുതൊടിക, ദിലീപ് താമരക്കുളം, പ്രകാശ്, കൺവീനർമാർ TP ശിവദാസൻ, വേലായുധൻകുട്ടി, പ്രകാശ് മാസ്റ്റർ, ട്രഷറർ ആലങ്ങാടൻ സന്തോഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. റോഡിലെ കുഴിയിൽ ചാടിയ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. മലപ്പുറം മമ്പുറം വെട്ടത്ത് ബസാർ ആലുങ്ങൽ ആയിഷ ആണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 കൊണ്ടോട്ടി കോടങ്ങാട് വെച്ചാണ് അപകടമുണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരിച്ചത്. നിലമ്പൂരിന്റെ ഫാഷൻ സംസ്കാരത്തിന് പുതിയ ദിശ കാട്ടിയ ശോഭിക വെഡിങ്സ് അവരുടെ 1ാം വാർഷികം വിപുലമായ ആഘോഷങ്ങളോടെ സംഘടിപ്പിച്ചു. വെഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അവതരിപ്പിച്ച ചരിത്ര വിവാഹ് ക്യാമ്പയിൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽ സലിം ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ശോഭികയിൽ പൊന്നോണം ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം ശോഭിക വെഡിങ് സെൻറ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം 1 വർഷം മുമ്പാണ്. 1 വർഷത്തെ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ് 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വലിയ ഷോറൂം നിലമ്പൂരിൽ വരുമ്പോൾ അതിൽ നല്ല രീതിയിൽ ബിസിനസ് നടന്ന് നല്ല രീതിയിൽ വിജയിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ചെറുതല്ല എന്നത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലുപരി ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം വരുമ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രോത്സാഹിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ നമ്മുടെ ഈ നാട്ടിലുള്ള അഭ്യസ്തവിദ്യരായ അതുപോലെ തന്നെ പല ആളുകൾക്കും ഇപ്പം നേരത്തെ ഫൗണ്ടർ പറഞ്ഞതുപോലെ 1500ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമാണ്.
ആഘോഷിക്കാം എന്നീ പരിപാടിയിൽ നാം ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. എന്നെ ഏറ്റവും വലിയ ആകർഷിച്ച ഒരു വിഷയമെന്ന് പറയുന്നത് ഫൗണ്ടർ സൂചിപ്പിക്കുകയുണ്ടായി 2 കോടിയിലധികം രൂപ ഇവിടെ ശമ്പളം കൊടുത്തുകൊണ്ട് 1500ഓളം കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നു. മാത്രമല്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേർന്ന് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ശോഭിക എന്നറിയാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. MLA ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി, കൗൺസിലർ റനീഷ് കുപ്പായി, ഗായകൻ ഹക്കീം പുൽപ്പറ്റ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ എന്നിവർ പരിപാടിക്ക് ആശംസ അറിയിച്ചു. തുടർന്ന് ശോഭികയുടെ വിവിധ വേറിട്ട ക്യാമ്പയിനുകൾ പുറത്തിറക്കി. ഉപഭോക്താക്കൾക്കായി പുതിയതായി അവതരിപ്പിച്ച റഫറൽ കാർഡ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ പ്രകാശനം ചെയ്തു. മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട 50 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ കോയിൻ വിതരണവും SSLC+2 വിജയികൾക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ശോഭിക ഡയറക്ടർമാരായ ഇമ്പിച്ചി അഹമ്മദ്, മുഹമ്മദ് അലി, ഉസ്മാൻ ഫജർ, ഷിഹാബ് ഖലീൽ, ഇർഷാദ് ഫജർ, ഷംസു ഖലീൽ, വ്യവസായി ഹാരിസ്, മൂസ വാവഡ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശോഭിക ഷോറൂം മാനേജർ ഷാക്കിർ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പാടത്ത് കാട്ടാനയുടെ പരാക്രമം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലാന തകർത്തു. പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. അകമ്പാടത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ പടക്കം കയ്യിൽ നിന്നും പൊട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അസ്ലമിനാണ് പരിക്കേറ്റത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 1.84 ഗ്രാം MDMA-യുമായി 2 പേരെ വണ്ടൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി മാലിന്യം ഓട്ടോ സ്റ്റാൻഡ് റോഡിലേക്ക് ഒഴുകുന്നു. യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിൽ. കാളികാവിൽ CPM-ൽ വിഭാഗീയത. കുഞ്ഞാലി രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായുള്ള പ്രഭാതപേരി ചേരിതിരിഞ്ഞ് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.